അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. വേദിയിലിരിക്കുന്ന ഉദ്ഘാടക ഡോക്ടർ മേരി മെറ്റിൽഡ, വ്യത്യസ്തമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റ് സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമ്മിൽ വർഷിക്കുമാറാകട്ടെ. വളരെ പ്രൗഢവും ധന്യവുമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ISM നടത്തിവരുന്ന ഖുർആനിൻ്റെ വെളിച്ചം എന്ന പഠന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന സമ്മേളനം. അൽഹംദുലില്ലാ, ഇവിടെ വനിതാ ലോകം എന്ന സെഷനിൽ സ്ത്രീയുടെ സ്വത്വവും സ്വാതന്ത്ര്യത്തിൻ്റെ അതിരടയാളങ്ങളും നിർവചിക്കേണ്ടത് ആരാണ് എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ലോകത്ത് പൂർവ്വകാലങ്ങളിലൊക്കെ നമ്മൾ സ്ത്രീയുടെ ജീവിതത്തെ പഠന വിഷയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യമുണ്ട്. ഒരു മതവും ഒരു സംഹിതകളും സ്ത്രീക്ക് സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയോ അവൾക്ക് മാന്യമായ പദവിയോ സ്ഥാനങ്ങളോ നൽകുകയോ ചെയ്തിരുന്നില്ല. പുരുഷനോടൊപ്പം തുല്യമായ ഒരു അസ്തിത്വമായി, ഒരു വ്യക്തിത്വമായി കാണാൻ അവളെ കൂട്ടാക്കിയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭാരതീയ സംസ്കാരത്തിൽ പോലും സ്ത്രീക്ക് വ്യക്തമായ അതിരടയാളങ്ങൾ നിർവചിക്കാൻ കഴിയാതെ പോയപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ സ്ത്രീ എന്താണ് എന്നും അവൾക്ക് ഇസ്ലാം നൽകുന്ന മഹിതമായ പദവിയും സ്വാതന്ത്ര്യവും എന്തൊക്കെയാണെന്നും വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അവൾക്ക് പഠിക്കാനും വായിക്കാനും ജീവിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും പള്ളിയിൽ പോകാനും അവൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന, അവൾ ഇഷ്ടപ്പെടുന്ന ആളെ തിരഞ്ഞെടുക്കാനും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും ആ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോവുകയാണ് എങ്കിൽ വേണ്ടെന്ന് വെക്കാനും അങ്ങനെയുള്ള ഒട്ടേറെ പള്ളിയിൽ പ്രവേശിക്കാനും ആരാധനാ സ്വാതന്ത്ര്യവും എല്ലാം ഇസ്ലാം അവൾക്ക് വകവെച്ചു കൊടുക്കുകയുണ്ടായി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്ത്രീയെ ശരിക്കും ഒരു അസ്തിത്വമുള്ളവളായി, വ്യക്തിത്വമുള്ളവളായി, ഒരു യഥാർത്ഥ മനുഷ്യനായി കാണാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട്. എവിടെയാണ് പിഴച്ചത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ആളുകൾ, അല്ലെങ്കിൽ കാലങ്ങളായി മറ്റു മതസ്ഥരിൽ നിന്നും കടം കൊണ്ട ആചാരങ്ങളെയോ ജീവിത രീതികളെയോ പിൻപറ്റിയപ്പോൾ സ്ത്രീക്ക് കൊടുക്കേണ്ട മഹിതമായ സ്ഥാനങ്ങളോ പദവിയോ കൊടുക്കാൻ കഴിയാതെ പോയി എന്നത് ഒരു വസ്തുതയാണ്. അതൊരിക്കലും ഇസ്ലാമിൻ്റെ തെറ്റല്ല, ഇസ്ലാമിൻ്റെ കുറ്റമല്ല. കാരണം സൃഷ്ടാവായ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചതാണ് പുരുഷനെയും സ്ത്രീയെയും. മനുഷ്യർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒട്ടേറെ വൈവിധ്യമായ അല്ലെങ്കിൽ ഒട്ടേറെ കഴിവുകളുണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഓരോ തലങ്ങളിലും സ്ത്രീക്ക് എന്താണ്, സ്ത്രീയുടെ എന്താണ് അള്ളാഹു നിർവചിച്ചിരിക്കുന്ന അതിരടയാളം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ الذكر والأنثى ഇന്ന സഅയകും ലശത്ത. ഇരുൾ മൂടുന്ന രാത്രിയാണേ സത്യം, വെളിച്ചം വിതറുന്ന പകലാണേ സത്യം. മനുഷ്യൻ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച വമാ ഖലഖ الذكر والأنثى, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയാണേ സത്യം. ഇന്ന സഅയകും ലശത്ത, തീർച്ചയായും ഈ രണ്ടു കൂട്ടരുടെയും പ്രവർത്തന മണ്ഡലങ്ങൾ, മേഖലകൾ വ്യത്യസ്തമാണ്. പുരുഷന്റെ പോലെ ശക്തമായ അല്ലെങ്കിൽ ബലിഷ്ഠമായ ശരീരമല്ല സ്ത്രീയുടേത്. അവളുടേത് ലോലമായതാണ്. അതോടൊപ്പം തന്നെ അവൾക്ക് ബലിഷ്ഠമായതാണ് അവളുടെ അരക്കെട്ട് ഭാഗം. അത് ഗർഭം ചുമക്കാനും
പ്രസവിക്കാനും തലമുറകളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരുവാനും അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു സവിശേഷമായ സിദ്ധിയാണ് എന്നത് മാത്രമല്ല, അവളുടെ മനസ്സിൽ കാരുണ്യവും ദയയും വാത്സല്യവും അതോടൊപ്പം ഒട്ടേറെ സഹനവും ക്ഷമയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. തലമുറകളെ വളർത്തിക്കൊണ്ടുവരികയും തലമുറകൾക്ക് ദിശാബോധം നൽകുകയും ചെയ്യേണ്ട സ്ത്രീ തിരിച്ചറിവുള്ളവളും ഭൗതികവും പാരത്രികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറിവുകൾ സ്വായത്തമാക്കുകയും ഓരോ സമൂഹത്തിലെയും ഏറ്റവും നല്ല ജീവിതത്തിന് അടിത്തറ പാവുകയും ചെയ്യേണ്ടവളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ കാലങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒട്ടേറെ കാഴ്ചപ്പാടുകളുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ രീതി ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമാണ് എന്നത് മാത്രമല്ല, ഒരുപാട് തലങ്ങളിൽ ഈ വ്യത്യാസം ഈ ഒരു തലത്തിൽ മാത്രമേ ഉള്ളൂ. പുരുഷന് ഗർഭം ചുമക്കാൻ സാധിക്കുന്നില്ല, മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുന്നില്ല. വളർച്ചയുടെ ഒട്ടേറെ ഘട്ടങ്ങളിൽ സ്ത്രീ കാണിക്കുന്ന അനുതാപപൂർണമായ ആരോഗ്യപരമായ സ്നേഹമസൃണമായ ലാളിത്യത്തിന്റെ വിനയത്തിന്റെ കാരുണ്യത്തിന്റെ ഒട്ടേറെ തലങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പലപ്പോഴും അതേ വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ ജീവിതത്തിന്റെ മറ്റ് തലങ്ങളിലെല്ലാം സ്ത്രീ പുരുഷ സമത്വം ഇസ്ലാം വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരിക്കലും ഭാര്യ എന്നോ ഭർത്താവ് എന്നോ ഉള്ള വാക്കില്ല. വിശുദ്ധ ഖുർആൻ എന്നും സൗജ് ഇണ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അത് കാണാൻ സാധിക്കും. സ്വത്തവകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും മറ്റിതര ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളിൽ ഇസ്ലാം അവൾക്ക് നൽകുന്ന മഹിതമായ സ്ഥാനത്തെക്കുറിച്ച്, പദവിയെക്കുറിച്ച്, എവിടെ നിന്നാണ് സ്ത്രീയുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും തിരിച്ചറിവുകളെയും, അവൾ ആരായിരുന്നു, എന്തായിരുന്നു, അവൾക്കുള്ള സ്വാതന്ത്ര്യം എന്താണ്, അവൾ എന്തൊക്കെ അറിയണം, എന്തൊക്കെ പഠിക്കണം, എന്തെല്ലാം മനസ്സിലാക്കണം, അവളുടെ ജീവിതത്തിൽ അവൾ എന്തെല്ലാം കാര്യങ്ങളിൽ ബോധവതിയാകണം എന്ന് നമ്മൾ അറിയേണ്ടത് അത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരിടത്തും സ്ത്രീയെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിൽ ആദ്യമായി വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ജീവിതത്തിന്റെ പ്രത്യേകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ വിഷമിച്ചപ്പോൾ സ്നേഹവും സാഹോദര്യവും ദയയും വാത്സല്യവും നൽകി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി, ചിലപ്പോഴൊക്കെ ഒരു ഉമ്മ എന്ന തലത്തിൽ, ചിലപ്പോഴൊക്കെ ജീവിതത്തിന്റെ ഒട്ടേറെ മേഖലകളിൽ അള്ളാഹുവിന്റെ പ്രവാചകന് കൂടെ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ. പ്രബോധത്തിന്റെ വഴിത്താരകളിൽ പിൽക്കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സേവന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, മൂസാ നബിയുമായി ബന്ധപ്പെട്ട് 4ഓളം സ്ത്രീകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ലോകത്തെ എല്ലാ മനുഷ്യർക്കും മാതൃകയായിട്ട് ആസിയ ബീവിയെയും മറിയം ബീവിയെയുമാണ് ഖുർആൻ വരച്ച് കാണിക്കുന്നത്. ലോകത്തെ മുസ്ലിങ്ങൾക്കല്ല, വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും. ആ വിശ്വാസികൾ എന്നതിൽ ആൺ പെൺ ഭേദമന്യേ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞ ഹൗല ബിൻത് സഅലബിനെയും ജീവിതത്തിന്റെ ഒരുപാട് ത്യാഗപൂർണമായ ജീവിതത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കൂടെ താങ്ങും തണലായി നിൽക്കുക മാത്രമല്ല, വലിയൊരു ജീവിതത്തിന്റെ വിശ്വാസ തലങ്ങളിൽ ഒരുപാട് ആളുകൾ മക്കയിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട് ഹാജറ ബീവിയെ നമുക്ക് കാണാം. സാറാ ബീവിയെയും അതുപോലെയുള്ള ഒട്ടേറെ ആളുകളെയും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന സ്ത്രീ രത്നങ്ങളുടെ ഓരോരുത്തരുടെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, അവരൊന്നും ആർജവമില്ലാത്തവരല്ല, വ്യക്തിത്വമില്ലാത്തവരല്ല, തൻ്റെ ഇടമില്ലാത്തവരല്ല. ശരിക്കും ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിശ്വാസത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ വ്യത്യസ്തമായ തലങ്ങളിൽ അവരെടുത്തിരുന്ന നയനിലപാടുകളിലും അവരുടെ ആർജവവും അവരുടെ വ്യക്തിത്വവും അവരുടെ സഹിഷ്ണുതയും അവരുടെ ജീവിതത്തിന്റെ ത്യാഗപൂർണമായ പരീക്ഷണങ്ങളിൽ അവരുടെ ക്ഷമയും സഹനവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന്റെ മറുവശത്തുള്ള പലരുടെയും കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അവരുടെ വിശ്വാസത്തിന്റെ കരുത്ത് എത്രത്തോളം അവർക്ക് ബലം നൽകിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഒട്ടുമില്ല എന്ന് അപ്പുറത്ത് നിന്ന് പ്രഖ്യാപിക്കുകയോ വിലയിരുത്തപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഉടുത്തിരിക്കുന്ന വസ്ത്രം അഴിച്ചു മാറ്റുന്നതാണോ സ്വാതന്ത്ര്യം? അവളുടെ നഗ്നത പ്രദർശനമാണോ സ്വാതന്ത്ര്യം? അവൾക്ക് എങ്ങനെയും ഏത് വിധത്തിലും എന്തും ഈ ലോകത്ത് കാട്ടിക്കൂട്ടാനുള്ളതാണോ സ്വാതന്ത്ര്യം? അതല്ല സ്വാതന്ത്ര്യം. നമ്മുടെ തിരിച്ചറിവുകളും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ബുദ്ധിയും ബോധവും എല്ലാം വെച്ച് നമുക്ക് അള്ളാഹു നിശ്ചയിച്ച് തന്നിരിക്കുന്ന മേഖലകളിൽ അതെല്ലാത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന്റെ, പഠനത്തിന്റെ, തിരിച്ചറിവിന്റെ, പള്ളി പ്രവേശനത്തിന്റെ, ആശയ സംവാദത്തിന്റെ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ എല്ലാത്തിലും നമുക്ക് അള്ളാഹു അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം വെച്ച് മുന്നോട്ട് പോകാം. അതാണ്, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് സ്വത്തവകാശമുണ്ട്, എനിക്ക് പള്ളിയിൽ പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ച് കിട്ടാനുള്ള അല്ലെങ്കിൽ അനുവദിച്ച് തന്നിരിക്കുന്നു മതം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ. പക്ഷേ അതറിയാത്ത ആളുകൾ, അതിനെ മനസ്സിലാക്കാത്ത ആളുകൾ ഇന്നും വിലയിരുത്തപ്പെടുന്നു മുസ്ലിം സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്. ആ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ സന്തോഷവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതൊരിക്കലും ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയെ ഒരു ഭോഗ വസ്തുവായിട്ടോ ഉപഭോഗ വസ്തുവായിട്ടോ കാണുന്ന ഒരു സമൂഹത്തിൽ അവൾക്ക് പലപ്പോഴും എല്ലാത്തിൻ്റെയും പരസ്യത്തിലും ഒക്കെ അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നവരുണ്ട്. ലോകത്ത് എവിടെയും എങ്ങനെയും നടക്കാനുള്ളതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ എത്രത്തോളം നമുക്ക് മനസ്സിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമുക്ക് വാല്യൂ നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കി നമ്മുടെ ബുദ്ധിയെയും ബോധത്തെയും തിരിച്ചറിവുകളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കൊട്ടം തട്ടാതെ മനസ്സിന്റെ നന്മകളെ ആവോളം ഈ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ ആരും മറ്റുള്ളവരൊന്നും നിശ്ചയിക്കുന്നതല്ല, അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ അളവ് വരെ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാമെന്ന്. അതിനെക്കുറിച്ച് പഠിക്കണം നമ്മൾ. അതൊരിക്കലും അഴിഞ്ഞാടാനുള്ളതല്ല, അതൊരിക്കലും താന്തോന്നിത്തരം കാണിക്കാനുള്ളതല്ല, അതൊരിക്കലും അന്യപുരുഷന്മാരോടൊപ്പം തോന്നുന്നത് പോലെ ഇടപഴകാനുള്ളതല്ല, അതൊരിക്കലും വസ്ത്രം ഊരി എറിയാനുള്ളതല്ല. എന്നിട്ട് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നിടത്തല്ല സ്വാതന്ത്ര്യം. നമുക്ക് അല്ലാത്ത വിധത്തിൽ തന്നെ ഈ സമൂഹത്തിൽ മാന്യമായി മര്യാദയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്വയം ചെറുതാവരുത് ഒരു സ്ത്രീയും. അവൾക്ക് പറയാനാകണം, ഞാൻ ഒന്നിന്റെയും അടിമയല്ല, ആരുടെയും അടിമയല്ല. പുരുഷന്റെ ഒരു ലൈംഗിക വസ്തു എന്നതിനും അപ്പുറം വ്യക്തിത്വമുള്ളവളാണ് അവൾ. സാധാരണഗതിയിൽ മുമ്പത്തെ ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും, വിവാഹം എന്ന കരാർ ഒരു സ്ത്രീയെ പുരുഷന്റെ അടിമയാക്കാനുള്ളതായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെയില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭംഗിയുടെയോ ഫാഷന്റെയോ അല്ലെങ്കിൽ സെക്സിന്റെയോ ഒന്നും അടിമയല്ല സ്ത്രീ. സ്ത്രീ അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിർവചിച്ചിട്ടുണ്ട് അവൾ എങ്ങനെയായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം, അവളുടെ സംസാരം എന്തായിരിക്കണം, അവളുടെ നടത്തം എങ്ങനെയായിരിക്കണം, അവളുടെ ഇടപഴകലുകൾ എങ്ങനെയായിരിക്കണം, അവൾക്ക് ഏതെല്ലാം മേഖലകളിൽ പ്രവേശിക്കാം, അത് ഏത് അളവ് വരെയാകാം, ഏതെല്ലാം വിധത്തിലാകാം, വിദ്യാഭ്യാസം ആർജിക്കാനും ജോലി ചെയ്യാനുമെല്ലാം. അപ്പോഴും ഒരു ഭാഗത്ത് മക്കളെ വളർത്തിയെടുക്കുകയും അവരെ മുലപ്പാലൂട്ടി വളർത്തുകയും സ്നേഹത്തിന്റെയും തലോടലിന്റെയും ശാസനയുടെയും ശിക്ഷണത്തിന്റെയും ഒട്ടേറെ മേഖലകളിലേക്ക് തലമുറകൾക്ക് ദിശാബോധം നൽകുന്ന ഒരു നല്ല മാതാവായും നല്ല കുടുംബിനിയായും നല്ല സഹോദരിയായും നല്ല ഉമ്മയായും അവൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ സമൂഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ആരുടെയും ആ വിധത്തിൽ ഒന്നിന്റെയും അടിമയാകരുത്. നമ്മൾ പുരുഷന്റെയും അടിമയല്ല, അവന്റെ ഇണ മാത്രമാണ്. അത് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ സ്വത്തവകാശം നിശ്ചയിക്കപ്പെട്ടിടത്ത് പിന്തുടർച്ചാവകാശം പുരുഷന് 2 ഓഹരി നൽകും. പക്ഷേ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ ചെലവഴിക്കുന്നതിന്റെയോ ഉപയോഗപ്പെടുത്തുന്നതിന്റെയോ സ്ത്രീക്കും പുരുഷനും സമവകാശമാണ്. അവൾക്ക് കിട്ടുന്ന കാശ്, അവൾ അധ്വാനിക്കുന്നത്, അവൾക്ക് പാരമ്പര്യമായി കിട്ടുന്നത് തലങ്ങളിലും അത് അവൾക്ക് മാത്രമുള്ളതാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കാതെയാണ് പുരുഷന് 2 ഓഹരി കൊടുക്കുന്നു എന്ന് പലരും നമ്മളെ കുറിച്ച് വാളോങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷനാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും എല്ലാ സാമ്പത്തികമായ ഉത്തരവാദിത്വവും വരുന്നത് പുരുഷനാണ്. സ്ത്രീക്ക് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, സാമ്പത്തികമായ ഉത്തരവാദിത്വം ഇല്ല, ബാക്കി ചുമതലകളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, ന്യായമായും അവർക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവകാശങ്ങളുണ്ട്.
ബാധ്യത നിർവഹണത്തിന് വേണ്ടി നിർബന്ധിക്ക പുരുഷൻ മനസ്സിലാക്കണം, ആ ബാധ്യതകൾ അവൾ നിർവഹിക്കുന്നത് പോലെ തന്നെ ഇസ്ലാം അവൾക്ക് മഹിതമായ അവകാശങ്ങളും വകവെച്ചു കൊടുത്തിട്ടുണ്ട് എന്നത് മനസ്സിലാക്കണം. നമ്മെ ആദരിച്ചിരിക്കുന്നു അല്ലാഹു, നമ്മളെ ആദരിച്ചിരിക്കുന്നു നമ്മുടെ സൃഷ്ടാവ്. തീർച്ചയായും വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു, ഞാൻ മാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആൺവർഗത്തെയല്ല. ഇസ്ലാമിൽ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും വിശ്വാസത്തോടു കൂടി സൽക്കർമ്മ ബോധത്തോടു കൂടി അവൾ ഏത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് തത്തുല്യമായ പ്രതിഫലം അള്ളാഹു നൽകും. ഈ ദുനിയാവിൽ അള്ളാഹു നൽകും, നാളെ പരലോകത്ത് അള്ളാഹു നൽകും. എവിടെയും ഇസ്ലാം സ്ത്രീയെ മാറ്റിവെച്ചിട്ടില്ല. ചില നിബന്ധനകൾ അവളുടെ നന്മയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, വരുംകാല സമൂഹത്തിന്റെ നന്മകൾക്ക് വേണ്ടി, ആളുകൾക്ക് മാതൃകയാകാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചുവെങ്കിൽ ആ അതിരടയാളങ്ങളിൽ നിന്നുകൊണ്ട് അവൾക്ക് ജീവിക്കാൻ, ബാക്കി എല്ലാ കാര്യത്തിലും സ്ത്രീക്ക് സമത്വം നൽകപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു തിരിച്ചറിവായി നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും മാന്യൻ അള്ളാഹുവിനോട് ഭക്തി കാണിക്കുന്നവനാണ് എങ്കിൽ ആ ഭക്തിപൂർണമായ ഒരു ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി പോകാൻ പറ്റും. അതിനെന്ത് വേണം? നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും സ്ത്രീക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടാകണം. ആ ധാരണകൾ നൽകുന്നു വിശുദ്ധ ഖുർആൻ, ആ ധാരണകൾ നൽകുന്നു ഈ ലോകത്തെ മറ്റുള്ള എല്ലാ അറിവുകളും. ആ അറിവുകൾ സ്വായത്തമാക്കാനുള്ള എളിയ ശ്രമമാണ് ISM നടത്തുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ISMന്റെ ഈ ഖുർആൻ പഠന പദ്ധതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമുക്ക് പറ്റുന്ന എല്ലാ സഹോദരിമാരെയും ചേർത്ത് പിടിക്കുകയും വിശുദ്ധ ഖുർആനിലൂടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെയും മാർഗത്തെയും തിരിച്ചറിവുകളും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യണം എന്നത് ഒരു വലിയ സത്യമാണ്. ആ സത്യം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്കതിന്റെ നേരവകാശികളാകാനും അതിന്റെ പിന്തുടർച്ചക്കാരാകാനും അതിന് അവർക്ക് മാർഗദർശനം നൽകുന്നവരാകാനും സാധിച്ചാൽ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതം ധന്യമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. സർവശക്തനായ അല്ലാഹു ഈ കൂട്ടായ്മ പരലോകത്ത് പ്രതിഫലാർഹമായ ഒരു സൽപ്രവർത്തനമായിട്ട് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഈ വിഷയവുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അൽഹംദുലില്ലാ നമുക്കതിനെ കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.